2018 മോഡൽ പോളോ GT ഒറിജിനൽ 1.2 DST ഗിയർ ബോക്സ് വരുന്നത്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, പിന്നെ KL02 കൊല്ലം രജിസ്ട്രേഷൻ വണ്ടി. യാതൊരുവിധ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 40,000 കിലോമീറ്റർ ഓടി. അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഫുൾ കവർ സമയമുണ്ട്. 4 ടയർ ഫുള്ളാണ്. പിന്നെ കോഡ് 6ന്റെ ടൂൺ ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ. ഇത് 2023 മോഡൽ വണ്ടി. 14 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഓൺ റോഡ് വില 14 ലക്ഷം രൂപ. SX ഓപ്ഷൻ ആണെങ്കിൽ 15,30,000 SX ഓപ്ഷനും വരും. ഇതിനകത്ത് കുറവുള്ള സാധനം എന്ന് പറഞ്ഞാൽ അലോവിയിലെ കുറവുള്ളൂ. സീറ്റ് വെന്റിലേഷന്റെ കുറവുണ്ടാവും. ഓട്ടോ എത്ര പോയി? ഇത് 20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റർ. ഡീസൽ എഞ്ചിനാണ്. ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് 78,000 കിലോമീറ്റർ ആണ്. അണ്ടർ വാറണ്ടിയിലെ വണ്ടി ഉള്ളത്. ഈ വർഷം 11ാം മാസം വരെ വാറണ്ടിയിലെ വണ്ടി ഉള്ളത്. പിന്നെ ഇൻഷുറൻസ് വന്നിട്ട് 9ാം മാസം വരെ 11 ലക്ഷം രൂപ ID വാല്യൂ ഉണ്ട്. ടയറെല്ലാം ഗുഡാണ്. കമ്പനി സർവീസാണ്. ഇത് അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ക്ലെയിമാണ്. ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. അന്നത്തെ 26,50,000 രൂപയുടെ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ വീണ്ടും ജംഷീർഖാൻ്റെ അടുത്ത് എത്തി. അല്ല, ചൈന പോകാന്നൊക്കെ പറയുന്നത്. ചൈന പോയി വരാന്നല്ലേ പറഞ്ഞു. ഞാൻ വരില്ല. നാട്ടിൽ പോയി ചൈനയിലാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫുൾ ടീം ചൈനയിൽ എത്തി. പിന്നെ ഫുൾ ടീം ഏകദേശം മലപ്പുറം ബേസ് ചെയ്ത് നമ്മൾ അറിയുന്ന സുഹൃത്തുക്കൾ 7 ആൾ ചൈന പോയിട്ടുണ്ട്. എറണാകുളം ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു 3 ആൾ മെന്നാന്ന് പോയി. ഇന്ന് 2 ടീം പോകുന്നുണ്ട്. നമ്മുടെ ടീം 5-6 ആള് പോയിട്ടുണ്ട്. ചൈന പോകണം. ശരിക്കും അത്രയും വലിയ പ്രോഗ്രാം നടക്കുന്നത്. അത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണോ ചൈനയിൽ പോയി കാണണം എന്ന് പറഞ്ഞത്. അത്രയും വലിയ സംഭവമാണ്. ചൈന പോകുന്ന വലിയ പൈസ ഒന്നും വേണ്ട. അത്ര ഓപ്പർച്യൂണിറ്റി. ചൈന ഭയങ്കര സംഭവം. ചൈന എൻ്റെ ഇപ്പത്തിൽ പോയി വരാൻ അപ്പോഴാണ് ഒരു 60,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വരാം. ഇത് പോക്ക് എക്സ്പെൻസ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കൊച്ചി പിടിക്കേണ്ട ചെന്നൈ പോയി പിടിക്കാൻ 25,000 ടിക്കറ്റ് ഫെയർ വരുന്നുള്ളൂ. 25 to 25 50,000 രൂപ. നിൽക്കണേനൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ വരാൻ നിർത്തൊക്കെ ഫ്രീ കിട്ടും. അവിടെ ആള് സമസ്യല്ല തീരത്തായിട്ട്. ഈ വരാണെങ്കിൽ ജിതിന്റെ നമ്മൾ പോകും. അടുത്ത വീഡിയോ ചൈനതാണ്. എന്തേ നമുക്ക് ഇവിടുത്തെ ഇന്ത്യയിൽ കാണിക്കുന്നത് ചൈന പോകും ആദ്യം. ഓക്കെ, അപ്പോൾ ലോയൽ കാർസ് ലൊക്കേഷൻ വരുന്നത് നല്ലളമാണ്. കോഴിക്കോട് നല്ലളം പവർ സ്റ്റേഷൻ്റെ KCBയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. അതെ, ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള എല്ലാ വണ്ടിയും കിട്ടും. അത്യാവശ്യം വില കുറവിലാണ് കൊടുക്കുന്നത്. പിന്നെ ഈ വീട് കണ്ടാലും നമ്മളിപ്പോ 2-3 വീഡിയോ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു മൊത്തം? പോസിറ്റീവ്. നമ്മളിപ്പോ സത്യം പറയാച്ചാൽ നമ്മൾ കുറച്ച് മാറി ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ട് മീഞ്ചത് ബൈപ്പാസിലായിരുന്നു. ഇപ്പൊ നമ്മള് പിന്നെ നാഷണൽ ഹൈവേലല്ലേ, അത് ബൈപ്പാസ് മിനി ബൈപ്പാസും ഹൈവേ ആണ്. അപ്പൊ അവിടെ 10-20 ഷോറൂം ഉള്ളത് കാരണം കൂടുതൽ എൻക്വയറീസ്. ഒരാള് എൻക്വയറി ചെയ്ത് വന്ന സാധനം അവിടെ നിന്ന് പോയിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ് കിട്ടും. ഒരു വണ്ടി കണ്ടുവരുന്ന ആള് തൊട്ടപ്പുറ ഷോപ്പിലേക്ക് വരുന്നതായിരിക്കുക. അപ്പൊ ഈ തൊട്ടപ്പുറ ഷോപ്പിലേക്ക് വരുമ്പോൾ ഈ നമ്മളെ കോഴിക്കോട് കമ്മത്തിലേക്ക് പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് നോക്കാൻ വരുന്ന പോലെ തന്നെ അവിടുന്ന് കണ്ടൊരാൾ ഈ വണ്ടി ഇഷ്ടപ്പെടാണ് വന്ന തൊട്ടപ്പുറത്ത് വന്നാൽ കച്ചവടം നമുക്ക് അങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലത്താണുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആ സ്ഥലവും ഞങ്ങൾ പഴയ ഷോറൂമും ഇതൊന്ന് വെച്ച് നോക്കാൻ ആകെ 1 കിലോമീറ്റർ പോലും ഇല്ല. പക്ഷെ ഇത് ഹൈവേ കാരണം ഒറ്റപ്പെട്ടുകൊണ്ട് ബാക്കി കസ്റ്റമർ ഇല്ല. ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരും ഫേസ്ബുക്കിൽ കണ്ടുവരുന്ന ആൾക്കാരും OLX കണ്ടുവരുന്ന ആൾക്കാരും മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഒരു കസ്റ്റമർ നമുക്ക് കിട്ടലില്ല. അല്ല, എന്തായാലും ബിസിനസ് ഓക്കെ ആയിരുന്നു. ബിസിനസ് ഡബിൾ ഓക്കെ. അതിന്റെ 10% വാടക ഉള്ളൂ. വാടക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വാടക. ഒരു വീടിന്റെ വാടക എത്രയാണോ അതേ ഉള്ളൂ ഇതിന് വാടക. അതുകൊണ്ട് നമുക്ക് എന്തായാലും പിടിച്ചെന്ന് പോവാം. ആ കുറവ് വിലയിലുണ്ടാവും. അതെന്താ വെച്ചാൽ വില 100% ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഇതിനെ. ഞാൻ അങ്ങനെ വീഡിയോ എല്ലാവരും കാണും. ഞാൻ അത്യാവശ്യം കമന്റ് നോക്കുന്ന ആളാണ്. കമന്റ് മറുപടി കൊടുക്കുന്ന ആളാണ് ഞാൻ. എല്ലാവരും മാറില്ല. ഞാൻ അങ്ങനെ ഞാനെന്താ എനിക്കറിയില്ല. ഞാൻ കമന്റ് വായിക്കും, അതിന് മറുപടിയും കൊടുക്കും ഞാൻ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനി പോയി വാങ്ങിയാൽ പോലെ ചോദിക്കും. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും ഈ നെറ്റിനകത്ത് അടിക്കുന്ന സമയത്ത് വണ്ടിൻ്റെ പുതിയതിൻ്റെ വില മാത്രം കിട്ടുള്ളൂ. ഈ ഇൻഷുറൻസ് അതേപോലെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ അത്യാവശ്യം നല്ല വില വരും. ഈ ഓൺലൈനിൽ കാണുന്ന വില അല്ല. നമ്മളിപ്പോൾ ഒരു സോണറ്റ് എടുക്കാതിരിക്കുക. ഒരു ഫുൾ ഓപ്ഷൻ സോണറ്റ് ഓൺലൈനിൽ അടിക്കുന്ന സമയത്ത് GT ലൈൻ കാണാൻ 18,50,000 രൂപ കാണുള്ളൂ. ആ സാധനം കമ്പനി പോയി വാങ്ങുമ്പോൾ ഏകദേശം 19 ലക്ഷം രൂപ വില ആവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ നെറ്റിൽ കറക്റ്റ് ആയിരിക്കില്ല, പോകുമ്പോൾ വില വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ പറയും ഇപ്പോൾ ഓൺ റോഡ് 11 ലക്ഷം അല്ലേ വാങ്ങിക്കൂടെ നോക്കും. അപ്പൊ ഈ ബേസ് മോഡലിലാണ് 11 ലക്ഷം രൂപ. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 19 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളുണ്ട്. കമന്റ് ആരും ചെയ്യണ്ടല്ലേ പറഞ്ഞ ഞാൻ നമ്മളൊന്ന് എൻക്വയറി ചെയ്തിട്ട് ഇത് വായിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഷോപ്പറൊക്കെ ഭയങ്കര വിഷമം. അതൊന്നും ഇങ്ങനെ ഇത് 4 ആളെ കമന്റിൽ ബാക്കി 5 ആളെ കച്ചവടം പോവല്ലേ. കമന്റ് ഇട്ടോട്ടെ. ഞാൻ എൻ്റെ വണ്ടി 100% എനിക്ക് ഉറപ്പാണ്. ഞാനിപ്പോൾ ഈ കൊടുക്കാൻ പോകുന്ന വിലക്ക് ആർക്ക് കൊടുക്കാൻ പറ്റുമോ ഞാൻ പറയും. അങ്ങനെ തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്രയും വില കുറച്ച് ചെയ്യുന്നത്. ഞാൻ പുതിയ വണ്ടിയുടെ വിലയും പറയും, അതും പറഞ്ഞുതരാം. ഇന്നത്തെ ഞാൻ കൊടുക്കുന്ന വിലയും പറഞ്ഞുതരാം. ഇന്നത്തെ വില പണ്ടേ പറഞ്ഞു തരും. അങ്ങനെ തന്നെ പഴയ വിലയും ഇപ്പോഴത്തെ വിലയും
അതെ, ഞാൻ കറക്റ്റ് വില പറയും. ഇന്ന വിലയാണ് കമ്പനിക്ക് വില, ഇന്നത്തെ അല്ല അന്നത്തെ വില പറഞ്ഞിട്ട് നിങ്ങൾ എത്ര റുപ്യന്റെ വ്യത്യാസമുണ്ട്, അതിൽ കുറവുണ്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ. പിന്നെ ഞാൻ കുറെ സംസാരിക്കും, ആൾക്കാർ ഫുൾ തള്ളല്ല, കറക്റ്റ് കാര്യങ്ങൾ പറയും. സംസാരം നമ്മൾ ജന്മനാളിന് കൂടിപ്പോയി, എന്ത് ചെയ്യാനാ, ആ പടം നമ്മളുള്ളൂ, വേറെ ഒന്നുമില്ല. അതില്ല ജംഷീദില്ല, ഇല്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബാക്കി സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. അതെ, വീഡിയോ പോവാം. ആദ്യ വാഹനം എന്താ, നമുക്കൊരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് എസ്യുവിൽ തുടങ്ങാം. KL 29 രജിസ്ട്രേഷനുള്ള ഡസ്റ്ററാണ്. അതെ. എങ്ങനെയാ ജംഷിക? നമുക്ക് ആദ്യം ഇത് 2019 മോഡലാണ്. 2019 മോഡൽ പറഞ്ഞതിന് കൂടുതൽ 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്ററിൽ 2019 ഓട്ടോമാറ്റിക് RXS ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT അല്ല വരിക, CVT ആണ്. പക്ക ഗിയർ ബോക്സ് CVT ഓട്ടോമാറ്റിക്. ഡീസലാണ് AMT വരിക, പെട്രോളിനകത്ത് CVT വരിക. 1.5 ലിറ്ററിൽ 110 bhp പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഒരു 13 to 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന പൈസയേ ഉള്ളൂ. വെറും 6,70,000 റുപ്യക്ക് ഇനി ലേഡീസിനായാലും ഇനി ആണുങ്ങൾക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഒന്നാമത്തെ പറയുക വണ്ടി ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. അത് മാത്രമല്ല വളരെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 26,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2019 മോഡലിൽ ഏകദേശം 5-6 ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് 2019 ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് 11,20,000 രൂപയുടെ വണ്ടിയാണിത്. ഈ RXS-ന് 11,20,000 എക്സ്ഷോറൂം അല്ല, ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറയുന്നത്. ഓൺ റോഡ് 11,20,000 വണ്ടിയാണ്. ഞാൻ ചോദിക്കുന്നത് 6.25 ലക്ഷം രൂപയാണ്. വളരെ ലോ കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റോ ക്ലെയിമോ റീപെയിന്റോ ടച്ചിങ്ങോ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. ജിതിൻ കാണുന്നുണ്ട്. ജിതിൻ നല്ലതെന്ന് പറയുള്ളൂ. നല്ല വണ്ടിയിൽ ഇതിന് നല്ല ക്വാളിറ്റിയാണ്. ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല വണ്ടി. ഇപ്പൊ ലോണ് വേണ്ട ഒരാളാണെങ്കിൽ 6 ലക്ഷം വരെ ലോണ് കിട്ടും. ഒരു 75,000 രൂപ അതിൽ കുറഞ്ഞ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു കോമ്പാക്ട് SUV നിങ്ങൾക്ക് കൊണ്ട് ഓട്ടോമാറ്റിക് അതും പെട്രോൾ. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും MG തന്നെയാണ്. KL 10 വണ്ടി. MG ഹെക്ടർ ഇത് പ്ലസ് MG ഹെക്ടർ ആണ്. ഇത് MG ഹെക്ടർ 2019 മോഡലാണ്. 2019 മോഡൽ 20 ഡെലിവറി ആൻഡ് രജിസ്ട്രേഷൻ ആണ്. 19 മോഡലുള്ളൂ. 20ലാണ് വണ്ടി ഇറങ്ങിയത്. ഓട്ടോമാറ്റിക് ഷാർപ്പാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ 5 സീറ്റർ ആണ്. ഇത് വണ്ടി ഓടിയിട്ടുള്ളത് 33,000 കിലോമീറ്റർ ആണ്. 30,000 ഓടി 30 സർവീസ് 32 ചെയ്തിട്ടുണ്ട്. വർക്കൊന്നും പെൻഡിങ് ഇല്ല. വണ്ടി എല്ലാം പക്കയാണ്. നോർമൽ ഓട്ടാണ്. ലോ കിലോമീറ്റർ തന്നെയാണ്. പിന്നെ എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. ഇങ്ങനെ വേറെ ഒരു ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിമില്ല, 0 ക്ലെയിമാണ്. നേരത്തെ മൈലേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 8 to 10. അതെ. അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അന്നത്തെ വില 2020-19 സമയത്ത് ഈ വണ്ടി ഇറങ്ങുമ്പോൾ വില 24,50,000 രൂപ വണ്ടിയാണ്. 24,50,000. ആ സെയിം സാധനം ഇന്ന് ഇറങ്ങാണ് 29,50,000 റുപ്യ എന്ന് വരും. അപ്പൊ 24,50,000 രൂപ വണ്ടിക്ക് നേർ പകുതി 12 ലക്ഷം റുപ്യാണ് ഞാൻ ചോദിക്കുന്നത്. 12 ലക്ഷം ഷാർപ്പ് ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. 2019 വെറും 33,000 കിലോമീറ്റർ ഓടിയ ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു അടിപൊളി ഹെക്ടറാണ്. ഹെക്ടർ പ്ലസ് അല്ല, 5 സീറ്റർ വാഹനമാണ്. ലോണ് ഫുള്ള് കിട്ടുമെങ്കിലും ഇതും പറഞ്ഞ പോലെ തന്നെ ഒരു 11 ലക്ഷം 12 ലക്ഷം രൂപ വരെ ലോണ് കിട്ടും. ഇതിന്റെ അത്യാവശ്യം ബാങ്കിങ്ങും പഴയ ട്രാക്കും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ലോൺ പാസ്സാക്കി കൊടുക്കാം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആയാലും ഡീസൽ ആയാലും പെട്ടെന്ന് പോകുന്ന ഒരു വണ്ടിയായിരുന്നു. MG ഹെക്ടർ പെട്ടെന്ന് തന്നെ വിറ്റ് പോകുന്ന ഒരു വണ്ടി. എന്താ വെച്ചാൽ ഇത്രയും പൈസ, ചെറിയൊരു പൈസ കൊടുത്ത് ഇത്ര നല്ല ഒരു ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കിട്ടാന്ന് പറയുമ്പോൾ ആൾ ഓടി വരും. ഇതിനകത്ത് തന്നെ സ്റ്റൈല്, അതേപോലെ തന്നെ പിന്നെ ഓണിക്സ്, അതേപോലെ തന്നെ സൂപ്പർ, സ്മാർട്ട്, ഷാർപ്പ്, സാവി പ്രോ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ MG കാണുമ്പോൾ ആൾക്കാർ MG ഹെക്ടർ മാത്രം നോക്കുള്ളൂ. MG ഹെക്ടറിനകത്ത് തന്നെ സൺറൂഫ് ഇല്ലാത്തതുണ്ട്, സീറ്റ് ലെതർ വരാത്തതുണ്ട്, വോയിസ് കൺട്രോളിംഗ് വരാത്തതുണ്ട്. പിന്നെ ഓരോ ഫീച്ചേഴ്സ് കൂടെ നോക്കണം. അപ്പൊ ഇന്നലെ വന്ന ഒരു കസ്റ്റമർ നോക്കിയ സമയത്ത് അവിടെ ജംഷീർക്ക 12 ചോദിച്ചപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കുന്നപ്പോൾ അത് സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ വണ്ടിയാണ്. അപ്പൊ കുറെ നോക്കാനുണ്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു പൈസക്ക് ഇത്രയും ഫീച്ചേഴ്സ് വണ്ടി വേറെ കിട്ടൂല. ഇതിന്റെ ഐഡിയ എത്ര ഉണ്ട്? ഇതിന്റെ IDV വാല്യൂ 11 ലക്ഷം രൂപ ഉണ്ട്. 11 ലക്ഷം. IDV മാക്സിമം എപ്പോഴും കൂട്ടിയെടുക്കാം. പിന്നെ ഇപ്പൊ IDV മാത്രം പോലെ ഗ്രിഡ് വാല്യൂ ഉണ്ട്. ഇപ്പൊ 11 ലക്ഷം IDV വാല്യൂ ഒരു 12 ലക്ഷം ലോൺ വേണം പാസ്സാക്കാം. ആ സിസ്റ്റം വന്നിപ്പോ ഒരു ബ്ലാക്ക് വെന്യൂ 2023 വണ്ടി. KL 13 കണ്ണൂരാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. SX ആണ് വേരിയന്റ്. സൺറൂഫ് വരുന്ന മോഡലാണ്. പിന്നെ സീറ്റ് വെന്റിലേഷൻ വരൂല. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC വരും. അതേപോലെ തന്നെ ഓട്ടോ ചാർജിങ് വരും. പിന്നെ ഇത് SX-നകത്ത് അലോയിൽ വരൂല. SX ഓപ്ഷനിൽ അലോയിൽ വരുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഇതിന്റെ വാറണ്ടി 2026 വരെ ഉണ്ട്. 2026 5 മാസം വരെ. ആ സമയമാവുന്ന മുന്നേ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയല്ലോ. ഓരോ ഓൾറെഡി എടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആ സമയമാവുന്ന ഒരു മാസം മുന്നേ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതെ. ഇത് 2023 മോഡൽ വണ്ടി. 14 ലക്ഷം രൂപ പുതിയ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഓൺ റോഡ് വില 14 ലക്ഷം രൂപ. SX ഓപ്ഷൻ ആണെങ്കിൽ 15,30,000 SX ഓപ്ഷനും വരും. ഇതിനകത്ത് കുറവുള്ള സാധനം എന്ന് പറഞ്ഞാൽ അലോയിലെ കുറവുള്ളൂ.
സീറ്റ് വെന്റിലേഷന്റെ കുറവുണ്ടാവും. ഓട്ടോ എത്ര പോയി? ഇത് 20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റർ. 23 മോഡൽ, ഒരു കൊല്ലം 10,000 വെച്ചിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ, ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചോദിക്കുന്നില്ല 9,75,000 ഉള്ളിൽ കിട്ടുള്ളൂ. 9,75,000 കുറവ് ചോദിക്കാൻ ആൾക്കാർ കുറവ് 4,25,000 കുറവുണ്ട്. ആ ഒരു 1.5 കൊല്ലം ഉപയോഗിച്ചിട്ട് 4,25,000 കുറവ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക. 2023 SX പെട്രോൾ ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ. ലോൺ ഫുള്ള് ലോൺ കിട്ടും. അതെ, ഫുൾ ലോൺ. അടുത്തൊരു റെഡ് പോളോ ആണ്, GT എന്നൊക്കെ കാണുന്നുണ്ട്. GT ആണ്. 2018 മോഡൽ പോളോ GT ഒറിജിനൽ 1.2 DST ഗിയർ ബോക്സ് വരുന്നത്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, പിന്നെ KL02 കൊല്ലം രജിസ്ട്രേഷൻ വണ്ടി. യാതൊരുവിധ റീപ്ലേസോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. 40,000 കിലോമീറ്റർ ഓടി. അടുത്ത വർഷം വരെ ഇൻഷുറൻസ് ഫുൾ കവർ സമയമുണ്ട്. 4 ടയർ ഫുള്ളാണ്. പിന്നെ കോഡ് 6ന്റെ ടൂൺ ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ട്യൂൺ ചെയ്ത വണ്ടിയാ? കോഡ് 6ന്റെ സ്റ്റേജ് ടൂൺ ചെയ്തിട്ടുണ്ട്. അത് പെർഫോമൻസ് ബേസും മൈലേജ് ബേസും മറ്റേതിനെ കാട്ടി കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മറ്റേതൊരു 10 to 11 കിട്ടുമ്പോൾ ഇതൊരു 13 കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് മൈലേജ്. അതെ. പിന്നെ റെഡ് GT അത് കാരണം അറിയാലോ, ഈ വീക്കിലാണ് ഫസ്റ്റ് പോകുന്ന വണ്ടി ഇതായിരിക്കും. നമ്മൾ ചോദിക്കുന്നത് വെറും 8.25 ലക്ഷം റുപ്യാണ് വിളിക്കുന്നത്. 2018 വെറും 40,000 1.2 DST ഗിയർ ബോക്സ് വരുന്ന ട്യൂണിംഗ് ചെയ്ത വാഹനം 8,75,000 ചെയ്ത ലോക്കൽ കമ്പനി കോഡ് 6 ടൂണിംഗ് ആണ്. അത് സ്റ്റേജ് 2 ആണ് ചെയ്തിട്ടുള്ളത്. വണ്ടിക്ക് യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഫുള്ള് ഗുഡാണ്. ടച്ചിങ് പോലും ഇല്ല. 8,75 ഒരു വർഷാപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു പോളോ. 8,00,000. അപ്പോൾ ഇതിന്റെ വില കൂടി പറയുമല്ലോ പറയണല്ലോ. ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് വില അന്ന് 2018 പോളോ GT ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് വെറും 11 ലക്ഷം രൂപ വില ഉള്ളൂ. വെറും 11 ലക്ഷം രൂപ. 10,80,000 വണ്ടിക്ക് വില ഉള്ളൂ. അപ്പോൾ ആള് ചോദിക്കുക എന്താ ഇത്ര വില? ഇതിന്റെ കേസ് എങ്ങനെയാണ്? ഇപ്പൊ ഇറങ്ങുന്ന പോളോ GTക്ക് വണ്ടി നിർത്തുന്ന സമയത്ത് വെറും വണ്ടിന്റെ വില 12,40,000 രൂപയാണ്. വണ്ടി നിർത്തുന്ന സമയത്ത് വില. ആ വണ്ടിക്ക് ഇന്നും ആൾക്കാർ 12ഉം 11ഉം ചോദിക്കുന്നുണ്ട്. അതിനെക്കാട്ടി ആ ടോർക്ക് കൺവെർട്ടറാണ് ഗിയർ ബോക്സ് വരിക. 1.0 ടർബോ എഞ്ചിനാ വരിക. ഇത് DST 1.2 എഞ്ചിനാ വരിക. ആ ഒരു വ്യത്യാസം ഇതിനകത്ത് പെർഫോമൻസിലും ഡ്രൈവിലും ഒക്കെ ഉണ്ടാവും. ഇത് ലീവ രണ്ടും ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെ കളിക്കുന്ന ഒരു സാധനം. ഇതും ലീവ. ഇതൊക്കെ ബാങ്കിൽ FD ഇട്ട മാതിരിയാ. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇന്നെടുത്ത് 2025 പിന്നെ ഏപ്രിൽ മാസത്ത്. ഇത് 2026 ഏപ്രിൽ മാസം ലോൺ ചോദിക്കത്തറിയോ 9 കിട്ടുമെന്ന് ചോദിക്കും. സംഭവം ഉണ്ടാവും. ഇതൊക്കെ FD ഇട്ട കേസാണ്. പൈസ എവിടെയും പോല. ഓണർഷിപ്പ് മാറുമ്പോൾ പൈസ പോയി, അതും കൂടെ ശ്രദ്ധിച്ചു. ഇതിന് ഓണർഷിപ്പ് മാറുമ്പോൾ 2 ആവുന്നുള്ളൂ, 3 4 ആവുന്നില്ല. ഇതിന് മാറുമ്പോൾ 2 ആവുന്നുള്ളൂ. ഇതിന് 2 ആവുന്നുള്ളൂ. ഫസ്റ്റ് ഓണർ ആവുന്ന സമയത്ത് 2 ആവുന്നുള്ളൂ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു 7 സീറ്റർ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 7 സീറ്റർ അല്ലേ? ഡ്രൈവർ. അതെ. ട്രൈബർ 2021 മോഡലാണ്. 2021 മോഡൽ സെക്കൻഡ് വേരിയന്റ് RXL ആണ്. RXL വെറും 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. KL25 രജിസ്ട്രേഷൻ, പുനലൂർ, കൊല്ലം ജില്ല, പുനലൂർ സബ് RTO. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ടയറും പുതിയതാണ്. ഇൻഷുറൻസ് വന്നിട്ട് പിന്നെ അടുത്ത വർഷം 2-ാം മാസം വരെ സമയമുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിക്കുള്ള വില അന്ന് 8,90,000 രൂപയുടെ വണ്ടിയാണ്. 890 വണ്ടിയാണ്. 890, 860 അങ്ങനെ കളിച്ച വണ്ടിയാണ്. ഈ വണ്ടി നമ്മുടെ വില 5 ലക്ഷം രൂപ. 5 ലക്ഷത്തിന് RXL 2021 മോഡൽ. അതെ, 21 RXL. പിന്നെ പ്രത്യേകിച്ച് ചെലവാക്കാനൊന്നുമില്ല. നല്ല കൂടി സീറ്റ് കവർ ഉണ്ട്. പിന്നെ കമ്പനി ഇടുന്ന സെൻട്രൽ ലോക്ക് വിത്ത് റിമോട്ട്, കമ്പനി സെറ്റ്, ബാക്കിൽ AC, എല്ലാ കാര്യങ്ങളും വരും. 5 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റ് വണ്ടി തന്നെ സ്വിഫ്റ്റ് പോലും വാങ്ങാൻ കിട്ടൂല. ഇത് ടോപ്പിലേക്ക് പോകുമ്പോൾ എന്താ വ്യത്യാസം വരുന്നത്? ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് അലോയ് വീൽ പോലത്തെ വീൽ കപ്പ് ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവും, പിന്നെ സ്റ്റിയറിംഗിന് കൺട്രോളിംഗ് ബട്ടൺ ഉണ്ടാവും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ പുഷ്പട്ടൻ ഉണ്ട്. ഹെഡ്ലാമ്പ് ഒക്കെ പ്രൊജക്ടഡ് തന്നെയാണ്. ഇതിനും പ്രൊജക്ട് ലാമ്പ് വരുന്നുണ്ട്. പക്ഷെ അതിന് 2 വരുന്നിടത്ത് ഇത് 1 വരുന്നുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതിന് പൊതുവെ പറഞ്ഞ കാര്യം 7 സീറ്റ് വണ്ടിയിൽ 1000 cc വലിക്കും എന്നുള്ളത്. ഇപ്പൊ നമ്മളെ ബൈപ്പാസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തോട് വണ്ടി മിനിമം വിടാൻ പറ്റിയ സ്പീഡ് 70 to 75 മുകളിലേക്ക് വിടാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായം ബൈപ്പാസിനാണ് 100 പോവാ. ഇത് 100 പോയിക്കൂടാ. 80 അല്ല, പുതിയ ബൈപ്പാസ് 100, 120. ഇല്ല 100 അറിയുന്നവരെ കമന്റ് അടിച്ചോ. ഈ വണ്ടി നമ്മൾ ട്രിവാൻഡ്രത്താണ് കൊണ്ടുവന്നത്. ട്രിവാൻഡ്രം കോഴിക്കോട് പെട്രോൾ അടിച്ചത് 3,200 രൂപ പെട്രോൾ അടിച്ചിട്ടുണ്ട്. 3,200 പെട്രോൾ അടിച്ച് ഞങ്ങൾ ഓടിച്ച് വന്നാൽ ഞാൻ എന്നെ സംബന്ധിച്ചോളം വെച്ചാൽ ഞാൻ 90 വിട്ടിട്ടുണ്ട്, 85 വിട്ടിട്ടുണ്ട്, 100 അടുപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ 100, 110 പോയില്ല, 90, 100 എന്തായാലും സാധനം പോകും. പിന്നെ സംശയം കയറ്റം കയറുന്നത്. കയറ്റം കയറാത്ത വണ്ടി ഇറക്കൂര് കമന്റുകൾ ഇത് അങ്ങനെ. അതിന്റെ കമന്റ് കയറ്റം കയറി വയ്ക്കും. പണ്ട് ഇറക്കി ഇറങ്ങിയ സമയത്ത് അവർ കയറ്റം കയറും, ആളെ വെച്ച് പോകുന്നത്, ആളെ വെച്ചാലൊക്കെ പോകും. അങ്ങനെ ഒരു സാധനം ഇറക്കുള്ളൂ. കയറ്റം കയറാൻ വണ്ടി ഇറക്കുമോ? നമ്മൾ വെറുതെ കമന്റ് അടിക്കാനല്ലാണ്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു 5 ലക്ഷം മുടക്കിയിട്ട് ഒരു എക്സ്ട്രാ ഇന്നെപ്പോലത്തെ മക്കൾ കൂടുതൽ ആൾക്കാർക്ക് കറക്റ്റ് സാധനമാണത്.
ഓക്കെ 2 മക്കളുകൾക്കാണ് പൈസ ഇട്ട് മതി. ഇത് പ്രൊഡക്ഷൻ കൂട്ടുന്നവർക്ക് 7 സീറ്റ് വാങ്ങിച്ചാൽ സംഭവം സെറ്റ് ആവും. ഓക്കെ 5 ലക്ഷത്തിന് കൊണ്ടോ അടുത്ത വണ്ടിയിലുണ്ടോ? അടുത്തത് നല്ലൊരു ബ്ലാക്ക് സെൽട്ടോസ് ആണ് GT ലൈൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അതെ, എങ്ങനെയാ? സെൽട്ടോസ് 2021 മോഡൽ 2021 മോഡൽ GT ലൈന് ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ മാനുവൽ ആണ്. പക്ഷേ ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് പൊതുവെ. പെട്രോൾ മാനുവൽ പിന്നെ ലോങ് ഡ്രൈവിൽ ഇതിന്റെ 15.3 കാണിക്കും. പിന്നെ കുറച്ചും കൂടി എടുത്താൽ അത് 13 ആവും. പിന്നെ പക്ക സിറ്റിക്ക് ആവുമ്പോൾ 11.5 ആവും. അങ്ങനെ കാണിക്കുന്നത്. അതായത് നമ്മള് പിന്നെ ഈ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ലോങ്ങാ പോയെ. ലോങ് എന്ന് പറഞ്ഞാൽ വണ്ടി മലയാളി ഉപയോഗിച്ച വണ്ടിയാണ്. പക്ഷേ അയാൾ ബാംഗ്ലൂർ ബേസ് ജോലി നമ്മൾ ദൂരത്തെ വണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ആ ബാംഗ്ലൂർ ടു മൈസൂർ റൂട്ടിൽ കാണിച്ച് 15.5 കാണിച്ചിരുന്നു. പിന്നെ അങ്ങനെ മൈലേജ് കുറഞ്ഞ് മൈസൂർ എത്തിയപ്പോൾ 13 ആയി. ഞങ്ങൾ വയനാട് ചോരം എത്തിയപ്പോൾ 11.5 അങ്ങനെ കാണിച്ച്. ഈ ലോക്കൽ എത്തുമ്പോൾ ആ ഡിഫറൻസ് മൈലേജിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് വെറും 19,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് GT ആണ്, മാനുവൽ. 21 മോഡല് GT പെട്രോൾ മാനുവൽ 19,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വെറും 12 ലക്ഷം രൂപ. 12 ലക്ഷത്തിന് ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര? അന്ന് ഇറങ്ങുന്ന സമയത്ത് GT മാനുവലിന് 20,50,000 രൂപ. 20,50,000 രൂപ പെട്രോൾ മാനുവലിന്. ഇന്ന് ഇറങ്ങുന്ന സമയത്ത് പെട്രോൾ മാനുവലിന് 23 ലക്ഷം രൂപ വരും. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് 26 ലക്ഷം രൂപ വരും. ഓക്കെ, അപ്പൊ അത്രയും മാറ്റം. 12 ലക്ഷം നമ്മൾ ചോദിക്കുന്ന നോക്കണ്ട, വില കുറച്ച് കൊടുക്കും. ലോണ് ഫുള്ള് കയറും. അതെ. ഫോർഡ് എക്കോസ്പോർട്ട് അടുത്ത വണ്ടി. ഫോർഡ് എക്കോസ്പോർട്ട് 2016 മോഡലാണ്. 2016 മോഡൽ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. അതെ, 73,500 കിലോമീറ്റർ ഓടി. ഡീസലാ? പെട്രോൾ എക്കോ ബൂസ്റ്റ് ആണ്. എക്കോ ബൂസ്റ്റ് മീൻസ് 1000 cc 1000 cc മൈലേജ് കൂട്ടാൻ വേണ്ടി ഇറക്കിയ വണ്ടിയാണ്. 1000 cc ടർബോ ആണ് എക്കോ ബൂസ്റ്റ്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 13.5 to 15 കിട്ടും. 1.5 ഏകദേശം ഒരു 10 കിലോമീറ്റർ കിട്ടുള്ളൂ. ഇത് 13.5 to 15 എന്തായാലും കിട്ടും. കസ്റ്റമർ പറയുന്നത് 17 കിട്ടുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. മൈലേജ് കൂട്ടി പറയാൻ പേടിയാണ്. ടർബോന്റെ പവർ എങ്ങനെ? പവർ 1.0 ആയാലും വണ്ടി നല്ല പെർഫോമൻസ് ആണ്, ഒരു പ്രശ്നമില്ല. അതിനോട് ടർബോ കൊടുക്കുന്നത്. ഇപ്പൊ വെന്യൂലും ടർബോ കൊടുക്കുന്നത്. എക്കോ ബൂസ്റ്റ് വണ്ടി പിന്നെ ട്രെൻഡ് പ്ലസ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോളിങ് കമ്പനി സെറ്റ് എല്ലാ കാര്യങ്ങളും വരും. അലോയ് വീൽസ് ഉണ്ടാവില്ല. 2016 മോഡലാണ്. 73,000 ഓടിയ വാഹനം. ഇത് എത്ര കൊടുക്കാം? 4,50,000 രൂപ. 4,50,000 രൂപ. 4,16,000 പെട്രോള് എക്കോ ബൂസ്റ്റ് കോഴിക്കോട് സിംഗിൾ ഓണർ വണ്ടി. മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല. നല്ല വണ്ടി. ഓക്കെ. വണ്ടി കണ്ടാൽ തന്നെ അറിയില്ലേ ഇതിനെ വണ്ടി സൂപ്പർ. വണ്ടി കാണിച്ച് ഏത് വണ്ടി സൂപ്പർ അല്ലാത്ത എല്ലാം സൂപ്പർ അല്ലേ? നമ്മളെല്ലാം സൂപ്പർ അല്ലാത്തുള്ളൂ, ബാക്കി വണ്ടിയെല്ലാം സൂപ്പർ അല്ല മുത്തേ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് ഇന്നോവ ക്രിസ്റ്റയാണ്. ജംഷിക മൊത്തത്തിലൊന്ന് പൊടി പിടിച്ച് കിടക്കണ്ടല്ലോ വണ്ടി. പൊടി പിടിച്ചാൽ എന്താ വെച്ചാൽ ഈ വണ്ടിയെ ഫുള്ള് വർക്ക് പോളിഷ് കഴിഞ്ഞിട്ടില്ല, ടയർ മാറാണ്ട് അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ വാഷിംഗ് ഇന്ത്യയിലും ചെയ്തിട്ട് അവിടെ പുറത്തിട്ടപ്പോ പൊടി പറയതാ. വണ്ടി 2017 G4 ആണ്. 2017 G4 2021 ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുതിയ മോഡൽ ആക്കിയതാണ്. G4 മാനുവൽ 1,11,000 കിലോമീറ്റർ ഓടിയ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയില്ല, കർണാടകയിൽ ഇറക്കി. ഇതേ കസ്റ്റമർ കർണാടകയിൽ ഇറക്കി. 2017 കർണാടകയിൽ ഇറക്കിയിട്ട് 2019 ലാസ്റ്റോടുകൂടി കോഴിക്കോട് നമ്പറാക്കി. KL-15 BT-ൽ 2020 ആ ഓണർ സെയിം ഓണർ തന്നെ. അവിടെ ഇറങ്ങി 3 കൊല്ലം കർണാടക. കർണാടക റീന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമുണ്ട്. കർണാടക റീന്ന് പറയുമ്പോൾ മറ്റേത് ചൊക്ലിപ്പട്ടി, ഇത് ഡോബർമാനുമാണ്. UP നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വിരങ്ങാട്ടി വ്യത്യാസം ഉണ്ടാവും. നമുക്ക് 150 കിലോമീറ്റർ 170 കിലോമീറ്റർ കർണാടകയായി. മൈസൂർ രജിസ്ട്രേഷൻ ആണ്. മൈസൂരിന്ന് റീന്ന് പറയുമ്പോൾ റീൽ കുറെ ഉണ്ട്. ചൊക്ലിപ്പട്ടി ഉണ്ട്, ഡോബർമാൻ ഉണ്ട്, ചത്തലപ്പട്ടി ഉണ്ട്, ഡോബർമാനാ. കാരണം എന്താ വെച്ചാൽ അന്യ സംസ്ഥാനത്ത് കൊണ്ട് ഓടില്ലല്ലോ. ഇത് സർവീസ് കറക്റ്റ് കിട്ടും. മറ്റേ ചേസ് നമ്പർ കൊടുത്ത് സർവീസ് ചെയ്യുന്ന കുറെ കേസുകളുണ്ട്. ഞാൻ റീവണ്ടി ചെയ്യാത്ത ആളല്ലേ, എനിക്കറിയില്ലേ. ഞാൻ പല വീട്ടിലും റീവണ്ടി ചെയ്തില്ല. ഇത് കർണാടക റീ ആയതുകൊണ്ട് ഈ വണ്ടി എടുത്തു. അതിന് വില കുറവുണ്ട്. ഇപ്പൊ 4 ടയർ പുതിയിട്ട് സെഡിന്റെ സീറ്റ് നോക്കിയാ സെഡിന്റെ സീറ്റ്. പിന്നെ ആ സ്റ്റിയറിംഗ് വീലൊക്കെ നോക്കിയാൽ റീൽ വണ്ടിന്റെ സ്റ്റിയറിംഗ് വീലൊക്കെ കാണേണ്ട കോലം നോക്കിയല്ല. അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു. സ്റ്റിയറിംഗ് വീലും ഒരു നഗത്തിന്റെ പാട് പോലില്ല. അത്രയും ക്ലീൻ ആണ്. 1,11,000 കിലോമീറ്റർ. അമ്മാനാട് ഓട്ടോ സർവീസ് ആണ്. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 13,70,000 കൊടുക്കാം. 13.75 ലക്ഷം റീ ആയി കഴിഞ്ഞു. റീ ആയിട്ട് 5 വർഷമായി. ഇപ്പൊ ഒന്നും നല്ല റീ ആയതല്ല. ഇപ്പൊ 40,000 കിലോമീറ്റർ ശേഷം ഫുള്ള് സർവീസും കേരളത്തിലാണ്. ലോൺ എത്ര കയറില്ലേ? ലോൺ നമുക്ക് ഒരു 12 ലക്ഷം രൂപ ലോൺ കയറും. 12 ലക്ഷം വരെ ലോൺ കിട്ടും. 17 വണ്ടി സുഖമായിട്ട് എടുത്തുകൂടെ. ടൈപ്പ് ഏറ്റവും ടൈപ്പ് ന്യൂ ടൈപ്പിലാക്കി
പിന്നെ കോഴിക്കോട് രജിസ്ട്രേഷൻ ടയറെല്ലാം മാറി നാല് പുത്തൻ ടയർ ഇപ്പൊ ചെയ്തിട്ടില്ല. പിന്നെ സെക്കൻഡ് കീ, തേർഡ് കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം റീവണ്ടി മാറിയൊന്നുമില്ല, എല്ലാ സാധനവും കയ്യിലുണ്ട്. A to Z സാധനങ്ങൾ. 13,75,000 രൂപ. സാധാരണ കേരള വണ്ടി 2016 G4 വാങ്ങണമെന്ന് തന്നെ സാധാ ഇനോവ തന്നെ വേണം 12 ലക്ഷം റുപ്യ വേണ്ട. ഒരു ക്രിസ്റ്റ 13.5 ലക്ഷം റുപ്യ ക്രിസ്റ്റ ഭയങ്കര ലാഭമല്ലേ? അവർ ലോ കിലോമീറ്റർ 1.11 ഓടിയിട്ടുള്ളൂ. ടൊയോട്ടയെ സംബന്ധിച്ച് 1 കിലോമീറ്റർ അല്ല, അത്രയേ 1 കിലോമീറ്ററും അല്ല. വണ്ടി നല്ല കളറാണ്, കോഴിക്കോട് നമ്പറാണ്, മാച്ചർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടി. അടുത്ത വണ്ടിയിലോട്ടോ. വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്, KL 31 രജിസ്ട്രേഷൻ വാഹനം. അതെ, സെൽട്ടോസ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 2020 മോഡൽ HTK+ ആണ്. മിഡിൽ ഓപ്ഷൻ HTK+ എപ്പോഴും വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിൽ സെൽട്ടോസ് ഡീസൽ വാങ്ങാൻ പറ്റിയ, സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സ്വിഫ്റ്റിന്റെ പൈസ സെൽട്ടോസ് മേടിക്കാം. ഇതൊരു 18 to 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 1.5 ഡീസൽ എഞ്ചിനാണ്. 2020 ഡിസംബർ വണ്ടി, 2021 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1,01,200 കിലോമീറ്റർ ഓടി. 1 ലാഖിന്റെ സർവീസ് ആയിട്ട് ആകെ 500 കിലോമീറ്റർ പോലും ഓടിയിട്ടുള്ളൂ. പിന്നെ ടയർ ഭാഗം ഗുഡാണ്. ഇൻഷുറൻസ് അടുത്ത വർഷം 1-ാം മാസം വരെ ഇൻഷുറൻസ് 10 ലക്ഷം ID വാല്യൂ ഉണ്ട്. ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത് വെറും 10 ലക്ഷം രൂപക്കാണ്. ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ വണ്ടിന്റെ പുതിയ വില 16,80,000 രൂപയാണ്. ഇന്ന് വാങ്ങുകയാണെങ്കിൽ 19,90,000 രൂപ വരും വണ്ടി വാങ്ങാൻ. HTK+. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് ഓൾറെഡി AC മോശം പറയാൻ പറ്റില്ലല്ലോ. കമ്പനി സെറ്റ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്, ബാക്ക് വൈപ്പർ, അലോയ് വീൽ എല്ലാം വരുന്ന വണ്ടിയാണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. പിന്നെ അലോയ് വീലിന്റെ സ്റ്റൈല് മാറും. അതേപോലെ തന്നെ സൺറൂഫ്. ഇത് ബാക്കി ഓൾമോസ്റ്റ് ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്തുണ്ട്. ബാക്ക് വൈപ്പർ ഉണ്ട്, ഫോഗ് ലാമ്പ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ മൈലേജും. പിന്നെ അട്രാക്റ്റീവ് എന്താ വെച്ചാൽ ഒരു പൈസയും മുടക്കണ്ട. ഈ 10 ലക്ഷം രൂപയും ലോൺ കിട്ടും. അതെ, ഫുൾ ലോണിലൊരു കോമ്പാക്ട് SUV ആവും ഡീസൽ സെഗ്മെന്റ്. സെൽട്ടോസ് ഡീസലാണ്, പെട്രോളിന് പോലും വില ഒഴിക്കുന്നത് ഡീസലാണ്. വണ്ടി ഫുൾ പക്കയാണ്, ഒരു കുഴപ്പമില്ല, നല്ല 100% വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വാഹനം ഒരു ബ്ലൂ കളർ MGയുടെ ഹെക്ടർ പ്ലസ് ആണ്. 6 സീറ്റർ ആണ് വരിക. KL 33 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത് MG ഹെക്ടർ പ്ലസ് ആണ്. ഈ 2020 MG ഹെക്ടർ പ്ലസ് ഇറങ്ങുന്നത്. ഇത് MG ഹെക്ടറും ഹെക്ടറും പ്ലസും നമ്മൾ വ്യത്യാസമാണ്. ഹെക്ടർ വരുന്നത് 5 സീറ്റും, ഹെക്ടർ പ്ലസ് 7 സീറ്റിലും വരുന്നുണ്ട്, 6 സീറ്റിലും വരുന്നുണ്ട്. 7 സീറ്റിലും വരുന്നുണ്ട്, 6 സീറ്റിലും വരുന്നുണ്ട്. ഈ നടുക്ക് വരുന്ന ബക്കറ്റ് സീറ്റ് അല്ലാതെ നീളത്തിൽ ഇന്നോവയ്ക്ക് വരുന്ന പോലെ 8 സീറ്റ് വരുന്ന ആ വണ്ടി ഉണ്ട്. ഇത് ബക്കറ്റ് സീറ്റാണ് വരുന്നത്. ഇത് ലക്ഷറി ആണ്. ബക്കറ്റ് സീറ്റ് ആകുമ്പോൾ ലക്ഷറി ഫീലാണ്, ഇരിക്കാനൊക്കെ കംഫർട്ട് അടിപൊളിയായിരിക്കും. 7 സീറ്റിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ 6 സീറ്ററിൽ വരുന്നുണ്ട്, മറ്റേ ഹെക്ടർ 5 സീറ്ററിൽ വരുന്നുണ്ട്. ഈ വണ്ടി അന്ന് ഇറങ്ങുന്ന സമയത്ത് 2020 26,50,000 രൂപയുടെ വണ്ടിയാണിത്. ഓൺ റോഡ് അല്ല, ഇതേത് ഓപ്ഷൻ? ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഹെക്ടർ ബസ്സിൽ ഷാർപ്പാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഇന്നിപ്പോ പിന്നെ സേവി പ്രോ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വെഹിക്കിളിന്റെ പേര് സേവി പ്രോ ആണ്. അന്ന് ഷാർപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ ആണ്. 2000 cc ഡീസൽ എഞ്ചിനാണ്. ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ ഈ വണ്ടി ഓടിയിട്ടുള്ളത് 78,000 കിലോമീറ്റർ ആണ്. അണ്ടർ വാറണ്ടിയിലെ വണ്ടി ഉള്ളത്. ഈ വർഷം 11-ാം മാസം വരെ വാറണ്ടിയിലെ വണ്ടി ഉള്ളത്. പിന്നെ ഇൻഷുറൻസ് വന്നിട്ട് 9-ാം മാസം വരെ 11 ലക്ഷം രൂപ ID വാല്യൂ ഉണ്ട്. ടയറെല്ലാം ഗുഡാണ്, കമ്പനി സർവീസാണ്. ഇത് അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 ക്ലെയിമാണ്. ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല. അന്നത്തെ 26,50,000 രൂപയുടെ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും 12,50,000 രൂപയാണ്. ഡീസൽ മാനുവൽ ഹെക്ടർ പ്ലസ് ആണ്, 2020 മോഡലിൽ. അത്രയും വില വ്യത്യാസം വന്നു. പിന്നെ അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സും ഫെസിലിറ്റി ഉള്ള ഒരു വണ്ടിയിൽ മൈലേജും കിട്ടുന്ന ഒരു വണ്ടി ഇത് തന്നെയായിരിക്കും അല്ലേ? അതെ. പിന്നെ MG എന്താ കുറെ ആൾക്കാർക്ക് MG ഇത്രയും വില കുറച്ച് കൊടുക്കും. സത്യം പറഞ്ഞ MG ആൾക്കാർ MGയിൽ പെട്രോൾ വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് മൈലേജ് കുറവാണ്, 8 to 10 കിട്ടുള്ളൂ. പിന്നെ ഡീസലിൽ വരുന്ന സമയത്ത് ഇതാണ് ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുമില്ല. അതാണ് ഇതിന്റെ വിൽപ്പന കുറച്ച് കുറയാൻ കാരണം. പക്ഷെ മാനുവൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. പെട്രോൾ മാത്രമേ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ, മാനുവലിൽ ഡീസലിലേ വരുന്നുള്ളൂ. പക്ഷെ വണ്ടി ഭയങ്കര സൂപ്പർ വണ്ടിയാണ് ഇതിന് ഓടിക്കാനായാലും. പിന്നെ ഈ ഒരു പൈസക്ക് 12 ലക്ഷം രൂപ നമ്മളൊരു സ്വിഫ്റ്റ്, ഒരു 2025 മോഡൽ സ്വിഫ്റ്റ് വാങ്ങണം, ZX ഓട്ടോമാറ്റിക് വാങ്ങണം വിചാരിക്കുക. ഇന്നത്തെ വില എത്ര അറിയും? 11,65,000 രൂപ വില സ്വിഫ്റ്റിന്റെ വില. അപ്പൊ താല്പര്യമുള്ള വിളിക്കുക. 12 ലക്ഷം രൂപ ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒരു ഡീസൽ മാനുവൽ. പിന്നെ പറയാൻ പോലെ ചെറിയൊരു ഫാൻസി നമ്പർ 7007 ഫാൻസി നമ്പർ ആണ് ഞാൻ പറയും. അതെ, ആണെങ്കിലാണ് അല്ലെങ്കിലല്ല. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ട സിറ്റി. നല്ല അടിപൊളി അലോയ്സും നല്ല പ്ലാറ്റിനം അലോയിലുണ്ട്, നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. 2017 മോഡല് ഫേസ് ലിഫ്റ്റ്, 16 ശേഷം വരുന്ന ന്യൂ ഷേപ്പ്. 2017 മോഡല്
സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ ഓപ്ഷൻ SB വേരിയൻ്റ് ആണ്. SB SP ക്ലൈമറ്റ് കൺട്രോൾ. അതേപോലെ തന്നെ അലോയിൽ വരില്ല. അലോയിൽ നല്ല പ്ലാറ്റിനം അലോയിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടയറെല്ലാം ഓൾമോസ്റ്റ് ടയർ അത്യാവശ്യം ഗുഡാണ്. ഡീസലോ പെട്രോൾ? നല്ല കൂടിയ പെട്രോളാണ്. നല്ല കൂടിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടി, ഒരു ഫുൾ ഓൾ എടുക്കാൻ പറ്റിയ വണ്ടി. ഇത് നമ്മൾ ചോദിക്കുന്നത് ഒരു 590 590 2017 മോഡൽ ഉണ്ട്. ഓട്ടം 70,000 മാനുവൽ ആണ്. 17 സിറ്റി. ഒരു 13 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. 13-ന് 15-ന് അകത്തായിട്ട് മൈലേജ് കിട്ടും. നല്ല അടിപൊളി അലോയ്സ് ആണ് സംഭവം. ഇപ്പോൾ ഇത് കാണിക്കാൻ പറ്റാത്തൊരു പോലെ ഇത് പോളിഷ് ചെയ്തുകൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കാനുള്ളതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഒന്ന് കാണിച്ചോളി. ഹോണ്ട സിറ്റി വില കുറഞ്ഞല്ലേ, കോഴിക്കോട് നിന്നപ്പോൾ അങ്ങനെ കാണിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ലോണ് ഫുള്ള് കയറും അല്ല? ഒരു പൈസ മുടക്കണ്ട, ഫുൾ ലോൺ കയറും. അത് മാത്രം നല്ല കോസ്റ്റ്ലി സീറ്റ് ഉണ്ട്, നല്ല ആൻഡ്രോയിഡ് കൂടി സെറ്റ് ഉണ്ട്. പിന്നെ മെക്കാനിക്കലി എല്ലാം ഫിറ്റ് ആണ്, ഒരു വർക്ക് എടുക്കാനില്ല. ഓക്കെ, ഗുഡാണ് വണ്ടി. പെട്രോൾ പിന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. പെട്രോൾ ആണ്, ഒന്നും ആവില്ല. ഹോണ്ടയുടെ പെട്രോൾ ഒന്നും ആവില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചെറുവണ്ടിൽ കുറെ സ്റ്റോക്ക് ഉണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടി വെച്ച് കാണിക്കാണ്ടൊക്കെയാണ്. പോളോ പെട്രോൾ ഉണ്ട്, ടിയാഗോ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡിസയർ 2017 ന്യൂ ഷേപ്പ് ഡീസൽ ഉണ്ട്, ഹോണ്ട ജാസ് ഡീസൽ ഉണ്ട്, അതേപോലെ തന്നെ ഹോണ്ട സിറ്റി പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ട്. പിന്നെ മറാസോ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. മഹീന്ദ്ര മറാസോ അല്ല കാണിക്കുന്ന വണ്ടി. അങ്ങനെ കുറെ വണ്ടി കുറെ കാണിച്ച് വീഡിയോ ലെങ്ത് ആണ് അതുകൊണ്ട് വെച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പൊ അങ്ങനത്തെ എൻക്വയറികൾ ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, ആ നമ്പറിലേക്ക് വിളിക്കാം. കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നല്ല കമന്റുകൾ അയക്കുക. പേഴ്സണലി നമുക്ക് വരുന്ന കമന്റ് നമുക്ക് തന്നെ വരണല്ലോ. ഓന് വരുന്ന കമന്റ് ഓന് വരട്ടെ. നമ്മൾ നല്ലതായാലും ചീത്തായാലും വാങ്ങാൻ വേണ്ടി റെഡി ആയി കുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.